നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും സ്വന്തമായിട്ട് ഒരു കാർ എന്നുള്ളത്. ഒരു മിഡിൽ ക്ലാസ് ബോയ് എന്നുള്ള നിലക്ക് എനിക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പണ്ടൊരു മോശം സമയത്ത് നമ്മൾ സ്വന്തം കാർ വിൽക്കേണ്ടി വന്നു. അന്ന് മുതലുള്ള എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു പുതിയ കാർ മേടിക്കണം. അങ്ങനെ ഒടുവിൽ ആ ദിവസം അങ്ങോട്ട് വന്നെത്തി. ഇത്രയും മാസമായിട്ട് കാർ കൊണ്ടുവന്നിട്ടും ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല നോക്കാൻ. അത് പിന്നെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ തന്നെ ആണല്ലോ. ഒരു കാറിന് ലൈഫിൽ എന്തോരം സ്ഥാനം ഉണ്ടെന്നുള്ളത് കാറില്ലാതായപ്പോഴാണ് ഞാൻ മനസ്സിലായത്. ഇന്ന് ഞാൻ ഇവരെ രണ്ടാളും കൂടിയിട്ട് ഒരു യാത്ര പോവാണ്. അതിനും ഒരു കാരണമുണ്ട്. വേറെ ഏത് കാറിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് സൈബാക്കും യാത്ര പോകാൻ പറ്റും. സൈബക്കാണെങ്കിൽ ഛർദിയും ഉമ്മക്കാണെന്നുണ്ടെങ്കിൽ തലവേദനയും. പക്ഷെ ഇതൊന്നും എന്റെ പഴയ കാറിലില്ലായിരുന്നു. അന്നിന്റെ കാറിൽ ഒരു സാധനം ഉണ്ട്. ആദ്യം തന്നെ ഞാൻ പോകാൻ പോകുന്നത് ആ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ നേരെ പോയത് നമ്മൾ തൊട്ടടുത്തുള്ള മൈജി ഫീച്ചറിലേക്കാണ്. ഇതാണ് നമ്മളെ ഗുഡ് എയർ 2.0. പേര് പോലെ തന്നെ കാറിനുള്ളിലുള്ള ടോക്സിക് ഗ്യാസ് ഒക്കെ ഇത് വലിച്ചു. അതായത് ഡാഷ്ബോർഡ് ചൂടായിട്ടും അതേപോലെ തന്നെ എസിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ടോക്സിക് ഗ്യാസ് ഇത് വലിച്ചു. ഇതൊക്കെ ഞാൻ ചുമ്മാ തള്ളാൻ പറയല്ലോ. ഇതൊക്കെ ക്ലിനിക്കലി പ്രൂവനും ആണ്. അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തു. ഭയങ്കര ഇഷ്ടമായിട്ട് അവരെ പാക്കിംഗ് ഭയങ്കര പ്രീമിയം പാക്കിംഗ്. പിന്നെ ഇതിന് വെറും 2500 രൂപ ഉള്ളൂ. അതേപോലെ തന്നെ 1.5 കൊല്ലത്തിൽ ലാസ്റ്റ് ചെയ്യും. ഇനി ഒരു തലവേദന ഇല്ലാതെ എനിക്ക് ഇവരെ കൊണ്ടിട്ട് എവിടെ വേണമെങ്കിലും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഗുഡ് എയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ മൈജി ഫ്യൂച്ചറിനോ അല്ലെങ്കിൽ ഗുഡ് എയറിന്റെ വെബ്സൈറ്റിനോ മേടിക്കാം. ഗുഡ് എയറിന്റെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ കോസ്റ്റ് EMI ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ എന്റെ പോലെ ഒരു സ്റ്റോറി കാറിനെ പറ്റി നിങ്ങൾക്കും പറയാനുണ്ടാവും. ആ സ്റ്റോറി ഒന്ന് കമന്റ് ചെയ്യട്ടോ.